സങ്കീർത്തനങ്ങൾ 19. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണിത്. ദൈവത്തിൻ്റെ മഹത്വം സൃഷ്ടിയിലൂടെയും തിരുവെഴുത്തുകളിലൂടെയും വെളിവാക്കപ്പെടുന്നു എന്ന് പഠിപ്പിക്കുന്നു. ഈ സങ്കീർത്തനം പ്രകൃതിയെ ദൈവസ്നേഹത്തിൻ്റെ അടയാളമായി കാണാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ദൈവവചനം ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന ഒന്നാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. 19 സങ്കീർത്തനം. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്കു പൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. സംഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾക്കുവാനുമില്ല. ഭൂമിയിൽ എല്ലായിടത്തും അതിൻ്റെ അളവ് നൂലും ഭൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യനൊരു കൂടാരമടിച്ചിരിക്കുന്നു. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം. വീരനെ പോലെ തൻ്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിൻ്റെ അറ്റത്ത് നിന്ന് അതിൻ്റെ ഉദയവും അറുതി വരെ അതിൻ്റെ സഞ്ചാരപഥവുമാകുന്നു. അതിൻ്റെ ഉഷ്ണമേൽക്കാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവയാകുന്നു, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അതെന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവയാകുന്നു, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവയും തേനിലും തേൻകട്ടയിലും മധുരമുള്ളവയുമാകുന്നു. നിന്റെ ദാസനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. തൻ്റെ തെറ്റുകൾ ഗ്രഹിക്കുന്നവനാര്? മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ പോക്കി എന്നെ മോചിപ്പിക്കണമേ. സ്വമേധയായുള്ള പാപങ്ങൾ അകറ്റി നിന്റെ ദാസനെ കാത്തുകൊള്ളണമേ. അവ എൻ്റെ മേൽ വാഴരുതേ, എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോ.